ആ ശംസുൽ ഉലമയെ മണ്ണിട്ട് മൂടി ശംസുൽ ഉലമ വഹാബിക്കൊപ്പം ഇരുന്ന് ശരീഅത്തിന്റെ നിയമങ്ങൾ തെറ്റിച്ച ആളാണ് എന്നൊക്കെ പ്രസംഗിച്ച അതേ സംഘടന നേതാവ് തന്നെ വന്നിട്ട് പറയുന്നു, ഞങ്ങൾ തമ്മിൽ അത്രയും ബന്ധമായിരുന്നു, ഞങ്ങൾ അകറ്റിക്കളഞ്ഞതാണ് ആരോ. അങ്ങനെ അകലാൻ പാടുണ്ടോ ഉസ്താദേ? അത് ചെയ്യാൻ പാടില്ലല്ലോ. എന്നിട്ട് അങ്ങനെ ആരോ അകറ്റിയപ്പോ പിന്നെ അതിന് കാരണം ഉണ്ടാക്കണല്ലോ. ഇതുപോലെ ശൈഖുനാക്കെതിരെ തീരുമാനം എടുത്ത് അപ്പൊ ആളുകൾ ചോദിച്ചു, എന്താ കാരണം? ഒരു കാരണവും പറയല്ല, ഞങ്ങൾ എല്ലാവരും കൂടി എടുത്തതാണ്, ആരും എതിരില്ല എന്ന് അറിയാൻ ഒരു ചർച്ചയും നടന്നിട്ടില്ല. അങ്ങനത്തെ ഉണ്ടായി. നമ്മൾ ചോദിച്ചു എന്താ കാരണം? അതിനൊരു ഉണ്ടാക്കിയ കാരണമായിരുന്നു എന്ത്? ആ ജോൺസന്മാരുടെ അടുത്തേക്ക് പറഞ്ഞേക്കും. പിന്നെന്താ പറഞ്ഞ ആലുവ ത്വരീഖത്തിന്റെ ആ ഏജന്റ് ഇങ്ങനത്തെ വിടൽ വിട്ടില്ലേ, ഒരു ബന്ധമില്ലാത്ത പച്ചക്കള്ളത്തരം. പച്ചക്കള്ളാന്ന് നമുക്കറിയാലോ ഏറ്റവും കൂടുതൽ. അപ്പൊ അതേ നാവ് കൊണ്ടാണ് ശംസുൽ ഉലമക്കെതിരെ പറയുന്നത്. നമ്മുടെയൊക്കെ പറഞ്ഞ് വിശ്വസിപ്പിച്ചതാ പലരും. എന്നിട്ട് എന്തൊക്കെ ഉണ്ടായി ഇവിടെ? ഇപ്പൊ കരയാ മാത്രം ഉണ്ടത്. കാരണം എന്താ അറിയോ? അതിന്റെ പേരിൽ വല പറഞ്ഞതനുസരിച്ച് പറയാം, കുറെ ആളുകളെ ജീവൻ വരെ നഷ്ടപ്പെട്ടു എന്നാണ്. ഉസ്താദ് കരയാ മാത്രം ഉണ്ട്. ഈ കരച്ചിലാണ് കണ്ട് കൊല്ലപ്പെട്ട അമ്പലക്കണ്ടി അബ്ദുൽ ഖാദറൊക്കെ നിങ്ങളെ കയ്യിൽ കിട്ടിയാൽ നല്ല കോലുണ്ടാവും. ആ കീലത്തൊന്ന് പറഞ്ഞോട്ടെ, നമുക്ക് പറയാം. സുന്നികളെ ഒരുപാട് വേദനിപ്പിച്ചു ഈ ഭാഗം. സമീപ സമയത്ത് മരണപ്പെട്ടു പോയ ശൈഖുന കുണ്ടൂർ ഉസ്താദ്, ആ ഉസ്താദിനെ കണ്ണുനീരൊക്കെ കാണേണ്ട കാഴ്ചയായിരുന്നു. തന്റെ മകൻ കുഞ്ഞുവിനെ റമദാൻ 27 രാവിലെ കുത്തിയങ്ങ് കൊല്ലുകയാണ്. ആ കുത്തിക്കൊന്ന ഘാതകന് കുഞ്ഞാലിക്കുട്ടിയും കൂട്ടരും ചെന്നിട്ട് മാലിട്ട് കൊടുക്കുകയാണ്. ഇത് കണ്ട് കുണ്ടൂർ നോക്കുകയാണേ. കുണ്ടൂർ കരയൂല, അത് ഈമാന ജാതിയാണ്. ഞാനൊന്ന് ഓർക്കുകയാണ്, കുഞ്ഞുവിന്റെ മയ്യത്ത് കാണാൻ ചെന്നപ്പോ ഞാൻ കരഞ്ഞു പോയി. കുഞ്ഞുവിനെ കുത്തി അങ്ങോട്ട് കൊല്ലുകയാണ്. ആ കൊന്നാക്ക് കുഞ്ഞാലിക്കുട്ടി മാലിട്ടെടുക്കുകയാണ്. ആ കുഞ്ഞാലിക്കുട്ടിക്ക് ഇപ്പൊ മാലിട്ട് കൊടുക്കുകയാണ്. ഇതല്ലേ സുഗറിയും കുബറിയും കൂടിയാണ് കൂട്ടിയ ഉസാറാവും. അതല്ലേ ഇപ്പൊ സംഭവിച്ചേ? വല്ല ബോധവും ഉണ്ടാ നിങ്ങൾ ഈ സംസാരിക്കുന്നതിൽ? ഈ കുണ്ടൂർ ഉസ്താദിന്റെ മകൻ ഈ വിഷയത്തിൽ കൊല്ലപ്പെട്ടു എന്നാണോ നിങ്ങളുടെ വാദം? അതനുസരിച്ച് ഞാൻ പറയട്ടെ, തെറ്റായ ഒരു സംഗതിക്ക് വേണ്ടി നിങ്ങൾ ഇറങ്ങിപ്പുറപ്പെട്ടതിന്റെ പേരിലല്ലേ ആ കുഞ്ഞുവിന്റെ ജീവൻ നഷ്ടപ്പെട്ടത്? ആര് തിരിച്ചു കൊടുക്കുമത്? അന്ന് തന്നെ ഇറങ്ങിപ്പോരാൻ പാടുണ്ടോ നിങ്ങള്? ഇപ്പൊ വിതിമ്പീറ്റ് മൂപ്പര് വിതിമ്പിയത് ഏതായാലും നന്നായി, മൂപ്പർക്കെങ്കിലും സലാമത്തായ. അതിന് നമ്മൾ എതിർക്കണില്ല. ഇനിയും കരയണം എന്നാ നമ്മൾ പറയുന്നത്. എല്ലാരും കൂടി കരയണം എന്നാ പറയുന്നത്. കരഞ്ഞാൽ തീരോ ഈ പാപമൊക്കെ? അതൊരു കുണ്ടൂര് കുഞ്ഞു മാത്രമല്ല, അമ്പലക്കണ്ടി അബ്ദുൽ ഖാദറിന്റെ കഥയൊക്കെ കീല തന്നെ പറഞ്ഞുതരും. വെക്ക്. തെറ്റെന്ത്? അമ്പലക്കണ്ടി അബ്ദുൽ ഖാദർ എന്ന മദ്രസാധ്യാപകനെ പാവപ്പെട്ട മുസ്ലിയാരെ തലയിലേക്ക് 6mm കമ്പി അടിച്ചു കയറ്റി. എന്തിനാ മനുഷ്യന്മാരെന്റെ തലയെ കമ്പി കയറ്റി വെച്ചപ്പോ ഞങ്ങളെ കൊടി കെട്ടാടാ നായിന്റെ മോനേന്നാ പറഞ്ഞത്. കാരണം അവരെ നിക്കറതാണ്. ഇവർ കൽബേ എന്നുള്ള നിക്കറല്ലാതെ ലീഗർക്ക് അറിഞ്ഞോണ്ട് എനിക്കൊരു കത്ത് കിട്ടിയിട്ടുണ്ട്, ഒരു ഇല്ലല്. അത് തുടങ്ങണെന്നാടാ നായിന്റെ മോനെ ഗീലത്തെ എന്ന് പറഞ്ഞിട്ടാണ്. 17 സ്ഥലത്ത് നായിന്റെ മോനെ എന്നുണ്ടായില്ല. എന്റെ വലിയ നേതാവുണ്ടല്ലോ AP, അവനെ തട്ടാൻ നിങ്ങൾ തീരുമാനമെടുത്താണ് നായിന്റെ മോനെ എന്നും പറഞ്ഞിട്ട് അവസാനം എനിക്കൊരു താക്കീതാണ്. ഇനി ലീഗിനോ ശിഹാബിനോ എതിരെ നീ പ്രസംഗിച്ചാൽ നിന്റെ കുടുംബത്തിലെ ഒരെണ്ണത്തിലെയും വെറുതെ വിടല നായിന്റെ മോന്റെ മോനെ. അവിടെ വല്യാപ്പന പറഞ്ഞു, ഈ സംസ്കാരമേ ആ വർഗത്തിലുള്ളൂ. അപ്പൊ നിങ്ങൾ ചിന്തിക്കണം, ഞങ്ങളെ കൊടി കെട്ടാനാണടാ എന്ന് പറഞ്ഞിട്ടാണ് അമ്പലക്കണ്ടി അബ്ദുൽ ഖാദറിനെ വെട്ടിക്കൊന്നത്, കുത്തിയങ്ങ് കൊന്നത്, കമ്പി കയറ്റിക്കൊന്നത്. എന്തിന്റെ പേരിൽ? ആ രാഷ്ട്രീയത്തിന്റെ ആളായില്ല എന്നതിന്റെ പേരിൽ. ഇതിനൊക്കെ ഏതായാലും ആ സംസ്കാരം ഇന്ന് ഇപ്പൊ കടഞ്ഞെടുത്തിന് കേട്ടോ. ഇന്നിപ്പോ കത്തൊന്നും അയക്കണ്ട, വാട്സപ്പിൽ ഇങ്ങനെ വിടാലോ. ഇന്നിപ്പോ അതൊക്കെ പല തെറികളിലെ ഏറ്റവും അതിനയാണ് ചെറുത്.
ഓരോരുത്തർ പറഞ്ഞ തെറികളുടെ കട്ടി നോക്കിയാല് അന്നൊക്കെ ഇവര് കേട്ടീന് സക്കാത്തിന് കൊടുക്കാൻ പോലും ഉണ്ടാവില്ല അന്ന്. കാരണം തെറി വീരന്മാരായി വല്ല മാറിയില്ലേ. എല്ലാ ദിവസവും സുബഹി നിസ്കരിച്ച് ആദ്യം വാട്സപ്പ് തുറന്നാൽ എന്നും ഈ വാചകം ഉണ്ടാവും, പല പല മെസ്സേജുകളിൽ. നമ്മൾ പിന്നെ അത് ആസ്വദിച്ച് കേൾക്കല. ഞാൻ പറയുന്നത് ഇവരെ കുറിച്ച് ലോകം അങ്ങനെ വിലയിരുത്തിപ്പോ. പക്ഷെ എന്റെ ചോദ്യം അതൊന്നല്ല, നിങ്ങളെന്തോ വിളിച്ചോ, അതിനൊന്നും ഞങ്ങൾ ഭയപ്പെടൂല. ഞങ്ങൾക്ക് നിങ്ങളെ അംഗീകാരവും വേണ്ട. ഞങ്ങൾക്ക് ഒരൊറ്റ അംഗീകാരമാണ് വേണ്ടത്, അത് മശായിഖിന്റെ അംഗീകാരമാണ്. അതിന്റെ അപ്പുറത്ത് നിങ്ങൾ നല്ലത് പറയുന്നതും നിങ്ങൾ തെറി പറയുന്നതും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സവാഉൻ, രണ്ടും സമ, ഒരു വില അതിനില്ല. ഞാൻ പറയുന്ന അമ്പലക്കണ്ടി അബ്ദുൽ ഖാദർ എന്ന ചെറുപ്പക്കാരൻ എന്തിന് കൊല ചെയ്യപ്പെട്ടു? EK ഉസ്താദിൽ നിന്ന് അകന്നത് അബദ്ധമായി പോയി എന്ന് നേതാവ് ഇപ്പൊ പറയുമ്പോ, നിങ്ങളുടെ ഭാഷയിൽ നിങ്ങളെ സംഘടനയ്ക്ക് വേണ്ടി ഷഹീദായ ആളല്ലേ, ആ ആളുടെ ജീവൻ എന്ത് ചെയ്യുമെനി നിങ്ങൾ? മഹ്ശറിൽ നിങ്ങളൊരു കുന്തായിട്ട് കാത്തുക്കുണ്ടാവും അബ്ദുൽ ഖാദറൊക്കെ. കരച്ചില് മതിയാവോ? ഒക്കെ നിങ്ങളല്ലേ ഉണ്ടാക്കിയത്, പിന്നീട് വന്നു ചേർന്നതല്ലേ അതെല്ലാം. നിങ്ങളെ ഭാഷയിൽ പറയണേ ഞാൻ. ഇനി അതേ കീലത്ത് പിന്നെ ചോദിക്കുന്നുണ്ട്, ഇതൊക്കെ നടന്നിട്ടും പണ്ഡിതന്മാരില്ലേ ഓരെന്താ? ഒക്കെ മറ്റോൽക്കാ, പണ്ഡിതന്മാർക്കാ ഉത്തരം, ഇവൽക്കും ഒരു പ്രശ്നമില്ല. ഉത്തരവാദിത്തം മൊത്തം ആ ചോദ്യം കൂടി കേട്ടോളൂ, വരട്ടെ. ഞങ്ങളെ കൊടി കെട്ടാനാണടാ എന്ന് പറഞ്ഞിട്ടാണ് അമ്പലക്കണ്ടി അബ്ദുൽ ഖാദറിനെ വെട്ടിക്കൊന്നത്, കുത്തിയങ്ങ് കൊന്നത്, കമ്പി കയറ്റിക്കൊന്നത്. എന്തിന്റെ പേരിൽ? ആ രാഷ്ട്രീയത്തിന്റെ ആളായില്ല എന്നതിന്റെ പേരിൽ. ഇതിനൊക്കെ കൂട്ടുനിൽക്കുന്നു. എന്നാൽ മറുഭാഗത്ത് പണ്ഡിതന്മാരില്ലേ? കാനൂ ലാ യതനാഹൗന അൻ മുൻകരിൻ ഫഅലൂഹു. അന്നത്തെ തമ്മാടികളെ ചെയ്ത തെറ്റായ കാര്യത്തെ നിരോധിക്കാൻ ആ പണ്ഡിതന്മാർ തയ്യാറാവാത്തത് കൊണ്ട് ലുഇനല്ലദീന കഫറൂ മിൻ ബനീ ഇസ്രാഈല അലാ ലിസാനി ദാവൂദ വ ഈസ ഇബ്നു മറിയം. ഈസാ നബിയുടെയും ദാവൂദിന്റെ ശാപത്തിന് ഇരയായെന്ന് ഖുർആൻ പറഞ്ഞില്ലേ? മറുഭാഗത്ത് ചെറുശ്ശേരിയില്ലേ, കിതാബ് തിരിയൂലേ? കാളമ്പാടിയില്ലേ, അവർക്കും കിതാബ് തിരിയൂലേ? കൊല്ലരുത് മക്കളെ എന്നൊരു വാക്കെങ്കിലും പറയാൻ മറുഭാഗത്തിന് നാക്ക് പൊങ്ങിയില്ലെങ്കിൽ അത് എന്ത് സുന്നി? അണ്ണങ്ങളെ എന്ത് സുന്നി നായികൾ? അതിനൊക്കെ മുമ്പ് ഈ അബദ്ധം ചെയ്യുന്നത് ഇവരെ പണ്ഡിതന്മാരല്ലേ? അതല്ലേ ആദ്യം പ്രശ്നമായത്. ഇത് സ്റ്റാർട്ടിങ് തന്നെ പ്രശ്നമായല്ലോ. 89-ൽ ഉസ്താദിനോട് തെറ്റി ഇറങ്ങിപ്പോന്നതല്ലേ പ്രശ്നത്തിന്റെ തുടക്കം. ആ ഇറങ്ങിപ്പോരുന്നതിൽ ഇവര് പറയുന്ന പണ്ഡിതന്മാരില്ലേ എന്തിനൊന്നിച്ച് ആ അബദ്ധം ചെയ്തു? അബദ്ധമാണെന്ന് കരഞ്ഞു പറഞ്ഞാൽ മതിയോ? ചോദ്യം അങ്ങോട്ട് വരൂലേ? അപ്പൊ ഇതിനൊക്കെ ഇവർ ഉത്തരം പറയണം. കൊല ചെയ്യപ്പെട്ട ജീവനുകൾ ഇവര് മറുപടി പറയണം. എത്രയോ കുടുംബങ്ങൾ ഭാര്യ ഭർത്താക്കന്മാര് തെറ്റിയിട്ടുണ്ട്. ഏപ്പിന്റെ കൂടെ നിൽക്കാത്ത ഭാര്യയാണെങ്കിൽ ഭർത്താവ് തൊലാഖിയല്ലും. രണ്ടും AP ആയാലേ യോജിച്ചു പോവുള്ളൂ. മക്കളെ പുറത്താക്കിയിട്ടുണ്ട് വീട്ടിൽ നിന്ന്, മഹലിൽ നിന്ന് ബഹിഷ്കരണം നടത്തിയിട്ടുണ്ട്. ഇതൊക്കെ ഒരു അബദ്ധത്തിന്റെ പേരിൽ. ആ അബദ്ധം ഇപ്പൊ കരയുമ്പോ ഈ കാലയളവിൽ ഉണ്ടായ സംഭവങ്ങൾക്ക് മുഴുവനും ഈ അബദ്ധം ചെയ്തതല്ലേ കാരണം. അങ്ങനെയാണ് പെട്ടെന്ന് കഴിച്ചിടാൻ പറ്റൂ. മാത്രല്ല അന്ന് ആലിമീങ്ങളെ പരിഹസിച്ചിട്ട് എത്ര ഉണ്ട് ഇവിടെ അല്ലേ? അന്ന് പല അഹങ്കാരം ചെയ്യുന്നു, എന്തൊക്കെ പരിഹാസ നടത്തിയത്. പ്രായം ചെന്ന പണ്ഡിതനായിരുന്നു കാളമ്പാടി ഉസ്താദ്. എന്നിട്ട് വടശ്ശേരി വന്നിട്ട് ഒരിക്കൽ കളിയാക്കുന്നുണ്ട്. അതൊന്ന് കേട്ടോളൂ, ഞാൻ പറയുന്നില്ല. ഇവരുടെ അന്നത്തെ ഓരോ സ്വഭാവം. പിന്നെ കണ്ടങ്ങള് കാളമ്പാടി മഹമൂദിയാർക്ക് കാറ് വാങ്ങിക്കൊടുക്കാൻ വേണ്ടി ഞങ്ങൾ തീരുമാനിച്ചിട്ട് മൂപ്പർ സമ്മതിച്ചില്ല. കാറ് ഷോക്കേസിലെത്താണല്ലോ. ആർക്കാ കാറ് മൊബൈലൊക്കെ ആർക്കാണ് ആവശ്യമുള്ളവർക്കല്ലേ? അല്ല, കാറ് വാങ്ങിയാൽ എണ്ണ വാരണ്ടി വരൂലേ?
എണ്ണ വാരിയതൊരുക്കി ഓനുണ്ടെങ്കിലല്ലേ എണ്ണ വാരിയ. ഒരു ഓട്ടം ഇല്ലാത്ത ഒരു പള്ളിയിൽ ബാങ്ക് കൊടുക്കുന്ന മുക്കിരിക്കാക്ക് എന്തിനാ കാറ്? ഒരു ദർശി എടുത്ത മൂല്യം. ആ ദർശി എത്ര ഇൻസൾട്ട് ആക്കിയിട്ടാ സംസാരിക്കുന്നത്. കണ്ണിയത്ത് ഉസ്താദ് ഇരുന്ന ആ സ്ഥാനത്ത് പിന്നീട് ഇരുന്ന ആളാണ് ആര്? കാളമ്പാടി ഉസ്താദ്. എന്തിനാ കാറ് എന്നാ ചോദിക്കണം. ബൽക്ക് മാത്രമേ അത് ആവശ്യമുള്ളല്ലോ. അങ്ങനെ എന്തെല്ലാം. ഞാനത് വിട്ട അന്നുള്ള പരിഹാസത്തിനൊക്കെ കണക്കുണ്ടോ? അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉണ്ടാവും. ഇതിന്റെ എല്ലാ ഉത്തരവാദിത്തവും ആ ഇറങ്ങിപ്പോരൽ എന്ന് പറഞ്ഞാൽ അതിന്റെ തുടക്കം അതാണ്, അബദ്ധമാണ് എന്നിപ്പോ പറഞ്ഞു. അതല്ലേ ഉണ്ടായത്. എന്നിട്ട് എന്തൊക്കെ പറഞ്ഞു ആളുകൾ. ഇവിടെ EK ഉസ്താദിന് മനം മാറ്റം ഉണ്ടായി എന്നല്ലേ പേരോട് പറഞ്ഞു. അതെന്തായാലും കേൾക്കേണ്ടിയാണ്. അവൻ വന്നോട്ടെ. ഭാഷണത്തിലാണ് APS അവസ്ഥയിൽ പുറത്താക്കണമെന്ന് EKയോട് സുകാര്യം പറഞ്ഞു. ഞങ്ങൾക്ക് ഒരുപാട് വിഷയം പറയാനുണ്ട്. ഇപ്പോൾ ഇവിടെ എനിക്ക് സമയമില്ല. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ പറയുന്നത് നമുക്ക് പെർമിറ്റിംഗ് സന്ദർഭം കണക്കുണ്ടല്ലോ, അതുകൊണ്ട് പറയുന്നില്ല. പിന്നെയോ EK മുസ്ലിയാർ ഒരു കാലത്ത് ചെറിയ പ്രസംഗകനായിരുന്ന എന്നെ വിളിച്ച് ഈ സുന്നത്യമാറ്റത്തിന്റെ കാര്യം അവിടെയൊക്കെ പറയുന്നതായിട്ട് സന്തോഷമുണ്ടെന്ന് നാസീർ വിളിച്ച ആളാണ്. എന്നാൽ അതേ EK മുസ്ലിയാർ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞ് എന്റെ ജോലികൊണ്ട് ഞാൻ കേട്ടു, അവനിപ്പോ വഹാബികൾക്കെതിരെ ഒരു റെഡിമെയ്ഡ് പ്രസംഗം കൊണ്ട് നടക്കുകയാണ് എന്ന് മുജാഹിദിനെ പ്രസംഗിക്കുന്നതിനെതിരായി EKയുടെ നാവിൽ എന്ന് പറഞ്ഞ വാക്ക് എന്റെ കാത് കൊണ്ട് ഞാൻ നേരിൽ കേട്ടതിരിക്കുന്നു ഓർമ്മയുണ്ട്. മുജാഹിദിനെ പ്രസംഗിക്കുന്ന കറക്റ്റാ. അവനിപ്പോ വഹാബികൾക്കെതിരെ ഒരു റെഡിമെയ്ഡ് പ്രസംഗം കൊണ്ട് നടക്കുകയാണ്. ശംസുൽ ഉലമയുടെ ദീർഘവീക്ഷണാണ്. അപ്പൊ അതല്ലേ പണി. പോന്നെ വഹാബിയായി. അവിടല്ലേ കാര്യങ്ങൾ എത്തിപ്പെട്ടത്. അപ്പൊ പിളർപ്പ് എന്ന ഒരു സംഭവം ഇവരുണ്ടാക്കിയത് ഇവരുടെ ചില നേതാക്കന്മാർക്ക് അഡ്രസ് ഉണ്ടാക്കാനാണ്. അന്ന് അതാ APL പറയുന്നത്, എന്റെ കൂട്ടത്തിൽ ഇരുന്നു കൊണ്ട് ചിലരാണ് ഈ പണി ചെയ്തത്. അന്ന് ഈ പേരോണ്ടൊക്കെ മുൻഗാമികളേക്കാരം പേരോടുണ്ടല്ലോ. ഒന്ന് മുഷാവറയിലുണ്ടാകണമെന്നില്ല. ഇത് സാധനം ഒപ്പം ഉണ്ടായ പോലെ. ബാഹ്യശക്തി പറഞ്ഞാൽ ബാഹ്യമായിട്ട് അങ്ങനെ തന്നെയല്ലേ ഉണ്ടാകുക. ഇവരല്ലേ ഇത് ഉപദേശകർ. അപ്പൊ ഇവരാണ് പണിയൊപ്പിച്ചത് എന്നാ മൊയിലേര് പറയുന്നത്. മൊയിലേക്ക് ഇന്നും അതാ പ്രശ്നം. ഇന്നിപ്പോ ഒന്നുകൂടി ഒരു വീഡിയോ ഒക്കെ വെച്ച് ബ്ലാക്ക് മെയിൽ ചെയ്യണം. ഞങ്ങൾ പറഞ്ഞതുപോലെ പറഞ്ഞോളൂ, ഇല്ലെങ്കിൽ ഞങ്ങൾ ശരിയാക്കി കളയും. ആ പാവത്തിന് ഇവല അടങ്ങാറാക്കണം. നമ്മൾ സംസാരിക്കുന്ന മൂപ്പർക്ക് വേണ്ടിയാണ്. ചിലപ്പോ ശൈഖുനൊക്കെ ശക്തമായ ഭാഷയിൽ പറയുന്നതിനാ, അത് കേട്ട് മൂപ്പര് മഹത്വത്തിലേക്ക് വരാനാ. അങ്ങനെ പറഞ്ഞതുകൊണ്ടാ മൂപ്പർക്ക് കരയാൻ കഴിഞ്ഞത് നിങ്ങൾ മനസ്സിലാക്കിക്കോളി. മശായിഖിന്റെ നേതൃത്വത്തിൽ ഈ മുന്നേറ്റം ഇല്ലായിരുന്നുവെങ്കിൽ ആ കരച്ചിൽ സംഭവിക്കുമായിരുന്നില്ല. മൂപ്പർക്കൊരു ഹൈറായി അത്. ഇതൊക്കെ ഉണ്ടായി, പക്ഷെ കരയല്ല. എന്ത് ചെയ്യാനാ? ബാക്കിയുള്ളവരും ഞാൻ 100ാം വാർഷികം എന്തല്ല പിരിച്ചുവിടണങ്ങൾ. എന്ത് 100ാങ്ങൾ ഈ പറയണത്? ഉണ്ടായത് തന്നെ അബദ്ധാണ്. അപ്പൊ 100 വലിയ അബദ്ധായില്ലേ? സ്നേഹനിധിയൊക്കെ ഉണ്ടാക്കി പെട്ടിപ്പിരിവ് നടത്തിക്കോളി, അതിനൊന്നും ഞങ്ങളെതിരല്ല. പക്ഷെ 100 സമസ്ത അത് കഴിഞ്ഞുപോയി. അത് എന്നിട്ട് ഇപ്പൊ നമ്മള് കഴിഞ്ഞ നോമ്പിന്റെ തൊട്ട് മുമ്പ് അവർ കോട്ടക്കലിൽ പരിപാടി എടുത്തു. എന്താ പ്രഖ്യാപന സമ്മേളനം. അതിൽ പൊന്മളക്കാരൻ പറഞ്ഞല്ലോ, അപ്പുറത്തുള്ള നേതാക്കൾക്കൊന്നും സമസ്തയിൽ പാരമ്പര്യമില്ല. പറഞ്ഞ ആള് വ്യാജ സമസ്തയിൽ കാര്യമിട്ടാ പറയുന്നത്. അപ്പൊ ഇത് നിങ്ങൾ ഇന്നും തുടരുകയാണ്. തൗബ ചെയ്യുന്നതിന്റെ ഒന്നാമത്തെ ഷർത്ത് എന്താണെന്നറിയോ? ചെയ്തുകൊണ്ടിരിക്കുന്ന തെറ്റിൽ നിന്ന് പൂർണ്ണമായി പിന്മാറണം. ഉത്തുലുബു മതാബൻ അല്ലേ ബിന്നദാമത്തി മുഖ്ലിആ. ഖേദം വേണം, അതാണ് വിതുമ്പലൊക്കെ. ആ ഖേദം കൂടെയുള്ളവരും കൂടി കൂടിക്കൊടുത്ത് യഥാർത്ഥ തൗബയാണെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന തെറ്റിൽ നിന്ന് പിന്മാറണം. ഏതാ ചെയ്തുകൊണ്ടിരിക്കുന്ന തെറ്റ്? ഉണ്ടാക്കിയ സാധനം വ്യാജമാണെന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞു, തുടക്കം അബദ്ധമാണെന്ന് മനസ്സിലാക്കി, ആ അബദ്ധമാകുന്ന നിങ്ങളുടെ സംഘത്തിൽ തന്നെ നിന്നുകൊണ്ട് തൗബ. അത് നടക്കൂല. കള്ളു കുടിക്കാൻ പോവാണ്, അപ്പൊ പറയാണ് അബദ്ധമായി പോയി, ഇത് തുടങ്ങണ്ടില്ലേ, എന്നാലും ഞാൻ പോവന്നെയാണ്. ഇതുപോലെ വലിയ പറയുന്നത് അബദ്ധമാണ്, ഒക്കെയാണ്, ഞങ്ങൾ 100ാം വാർഷികം നടക്കാൻ പോവാണ്. അപ്പൊ ആദ്യം ഈ തൗബക്ക് ശരിയാണെങ്കിൽ ഇത് റെഡിയാണ്ടേ.